ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഒരു എഗ്ഗ് പൊട്ടറ്റോ മസാലയാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ അതുകൂടാതെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു എഗ്ഗ് മസാലയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കൊരു 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ അത് പൊട്ടറ്റോയും നമ്മുടെ സവോളയെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് മുട്ടയും ഒന്ന് പുഴുങ്ങി രണ്ടായിട്ടൊന്ന് മുറിച്ച് വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലാട്ടോ കറി വയ്ക്കുന്നത് ഇന്ന്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചട്ടി ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോയും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് പൊട്ടറ്റോയൊക്കെ വെന്ത് കിട്ടുമല്ലോ. ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുകൂടാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. അതൊക്കെ അത് വേണ്ട എങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാതിരിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് പിന്നെ ചേർത്തേക്കണം കേട്ടോ. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇതിനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാനിപ്പോൾ വെള്ളം മാത്രമാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് നമുക്കിത് കറിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് ഇപ്പോൾ വെള്ളം മാത്രമാണ് ചേർക്കുന്നത്, തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ ചേർത്തതിന് ശേഷം മുട്ട നമ്മൾ രണ്ടായിട്ട് മുറിച്ചാണല്ലോ നമ്മൾ ഇട്ടേക്കണം. അപ്പം മുട്ട ചേർത്ത് കഴിയുമ്പോൾ നമ്മളത് മുട്ടയൊന്നും ഉടഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നല്ല എങ്കിൽ നമ്മുടെ ചട്ടി ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അല്ല എങ്കിലും ഉടഞ്ഞു പോകാതെ തന്നെ നമുക്ക് നമ്മുടെ സ്പൂൺ വെച്ച് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ മസാലയെല്ലാം ഒന്ന് ആക്കി വെക്കുന്നത് വരെ നമുക്കൊന്ന് ഇത് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഒന്ന് മുക്കി വയ്ക്കാം. അങ്ങനെ നമ്മൾ ഉടയാതെ തന്നെ നമ്മൾക്ക് ചെയ്തെടുക്കുക. ഇല്ല എങ്കിൽ നമ്മൾ ഉടഞ്ഞു പോകാതെ ചട്ടി വെറുതെ ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചെടുത്താൽ നമ്മുടെ മസാലയെല്ലാം നമ്മുടെ മുട്ടയിൽ നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി നമുക്ക് ഒന്നും കൂടി വറ്റിച്ചെടുക്കണമെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങനെ ചെയ്യാം. ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.